അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അങ്കണത്തിൽ ആദ്യം KL ശ്യാമള എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. വേർപിരിയൽ. ധനുമാസ നിലാവിൻ്റെ വെളിച്ചം ജനലഴികൾക്കിടയിലൂടെ മുറിയിലേക്ക് കടന്നു വന്ന് നിഴലുകൾ തീർത്തുകൊണ്ടിരുന്നു. നിഴലുകൾക്ക് പല പല രൂപങ്ങൾ. ഇളങ്കാറ്റിൽ ചലിക്കുന്ന മരക്കൊമ്പുകൾ അവ്യക്തമായ നിഴൽ ചിത്രങ്ങൾ പകർന്ന് പാവക്കൂത്ത് നടത്തുന്നുണ്ടായിരുന്നു. രാവിൻ്റെ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് ദൂരങ്ങളിൽ എവിടെയോ നിന്ന് രാപക്ഷിയുടെ ഈണം. രാപക്ഷികൾ പാടുകയാണോ അതോ വിലപിക്കുകയാണോ? അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾക്ക് അർത്ഥം നൽകാനുള്ള ശ്രമം ചെയ്തു തീർക്കാനുള്ള ഒരു ജോലി പോലെ മനസ്സിനെ അസ്വസ്ഥമാക്കിയോ? അവ്യക്തമായ ആത്മനൊമ്പരങ്ങളുടെ ഒരു ഈണം ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. നാളെ ആരംഭിക്കേണ്ട യാത്രയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്ന് രേണുക തന്നെ ഓർമ്മിപ്പിച്ചു. ലൈറ്റിടാതെ മുറിയിൽ നിന്ന് മെല്ലെ ഇറങ്ങി സ്വാതിയുടെ മുറിയിലെത്തി. സ്വപ്നാടനം പോലെ മോളുടെ കിടക്കയിൽ ചെന്ന് അവളോട് ചേർന്നിരുന്നു. ഇന്നലത്തെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ക്ഷീണത്തിലും അമ്മയുടെ കൈത്തലം തൻ്റെ നെറുകിയിൽ തഴുകുന്നത് അവൾ അറിഞ്ഞു. എന്താ അമ്മേ, ഒരു ട്രാൻസ്ഫറിൻ്റെ പേരിൽ എന്തിനാണ് ഇത്ര ടെൻഷൻ? ഒന്നും പറയാതെ തന്നെ അമ്മയുടെ മനസ്സറിഞ്ഞ പോലെ അവൾ ചോദിച്ചു. 22 വർഷങ്ങൾ എത്ര വേഗമാണ് ഓടിത്തീർന്നത്. മോൾക്ക് 22 വയസ്സായിരിക്കുന്നു. രേണുക വെറുതെ ഓർമ്മയുടെ തീരങ്ങളിൽ അലഞ്ഞു. പെട്ടെന്ന് സച്ചുവിനെ ഓർത്തു. വടക്കേ ഇന്ത്യയിലെ മികച്ച ക്യാമ്പസിൻ്റെ പ്രതീക്ഷയാണവൻ. 1 വർഷം കൂടി കഴിഞ്ഞാൽ പ്രൊഫഷണൽ മാൻ. മക്കളെ വളർത്തുന്നതിൽ താൻ പരാജയമായിരുന്നു എന്ന് ശിവേട്ടൻ ആവർത്തിക്കുമ്പോൾ എന്താണ് തെറ്റിയത് എന്ന് മനസ്സിലാവുന്നില്ല. സ്വാതി അല്പം മോഡേണായി വസ്ത്രം ധരിക്കുന്നതോ സച്ചു ഗേൾഫ്രണ്ടിനോടൊപ്പം സിനിമയ്ക്ക് പോകുന്നതോ എല്ലാം തെറ്റാണ്. രേണുക തൻ്റെ മുഖം സ്വാതിയുടെ കവിളോരം ചേർത്ത് വെച്ചു. പാതി ഉറക്കത്തിലും അവൾ അമ്മയുടെ കഴുത്തിൽ കൈകൾ ചേർത്ത് കൊച്ചുകുട്ടിയെപ്പോലെ ചേർന്ന് കിടന്നു. ആത്മനിയന്ത്രണം നഷ്ടപ്പെടും എന്ന് തോന്നിയപ്പോൾ രേണുക മെല്ലെ എണീറ്റ് തിരികെ നടന്നു. ഇതൊരു തിരിച്ചുപോക്കിൻ്റെ ആരംഭമാണ്. എല്ലാത്തിൽ നിന്നും ചോദിച്ചു വാങ്ങിയ സ്ഥലം മാറ്റത്തിന് ഒരു പകയുടെ മധുരമുണ്ട് എന്ന് തനിക്ക് മാത്രമേ അറിയൂ. ഇതൊരു വേർപിരിയലാണ്. മരണത്തിൽ പോലും വേർപിരിയരുതെന്ന് ആവേശത്തോടെ സ്നേഹം പങ്കിട്ട ഇന്നലകളുടെ ശവപ്പറമ്പിൽ നിന്നും എരിയുന്ന ചിതയുടെ ചൂടേറ്റ് പൊള്ളുന്ന മനസ്സുമായി പിരിഞ്ഞു പോവുകയാണ്. ഒരു യാത്രയിൽ അഡ്വക്കേറ്റ് സൂസൻ്റെ ഒപ്പം പോകുമ്പോൾ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഒരുക്കിയ ശവകുടീരങ്ങൾ കണ്ടത് പെട്ടെന്ന് ഓർമ്മ വന്നു. പ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും ശവകുടീരങ്ങൾ. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ അദ്ദേഹം അവിടെ മൗനവ്രതം ആചരിക്കാറുണ്ടത്രേ. ഒരു പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്ന പടിക്കെട്ടുകൾ, മരങ്ങളും ചെടികളും സൂര്യപ്രകാശത്തെ അരിച്ചിറക്കുന്ന മണ്ണിൽ അടുത്തടുത്തായി 2 ശവകുടീരങ്ങൾ. ക്ഷേത്രങ്ങളുടെ വിശുദ്ധി. താഴെ പുഴയിൽ അവസാനിക്കുന്ന പടിക്കെട്ടുകൾക്ക് സമീപം നാഗത്തറ. തനിക്കും ഇവർക്കരികിൽ വേണം അവസാനമായി ഉറങ്ങാനെന്ന് അദ്ദേഹം നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. മരണം മനുഷ്യരുടെ സ്നേഹം തീക്ഷ്ണമാക്കുന്നുണ്ടോ? ഒരുപക്ഷെ മരിച്ചു കഴിയുമ്പോൾ മാത്രമായിരിക്കാം അവർ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും നൽകാതിരുന്ന സ്നേഹം, കാണാതിരുന്ന കരുതൽ എല്ലാം മരണമെന്ന വേർപിരിയലോടെ തിരിച്ചറിവിൻ്റെ സത്യങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് പോലെ, എല്ലാ മരണങ്ങളും വേർപിരിയലാണെന്നതുപോലെ എല്ലാ വേർപിരിയലുകളും കൊച്ചു കൊച്ചു മരണങ്ങളാണ് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ വേർപിരിയലിലൂടെ ഞാൻ മരണം ചോദിച്ചു വാങ്ങുകയാണോ അതോ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണോ? സൂസനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുവാനുണ്ട്. 3 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ വേണം പുതിയ ജോലിസ്ഥലത്തെത്തുവാൻ. ഇവിടെ ഒരു വഴിപിരിയലാണ്. അവിടെ എത്തിയിട്ട് വേണം സൂസനോട് വിശദമായി സംസാരിക്കുവാൻ. ഇവിടെയാകുമ്പോൾ മുഖത്തോട് മുഖം കാണേണ്ടി വരും. ചില കാര്യങ്ങൾ മുഖം കാണാതെ ഫോണിൽ പറയുന്നതായിരിക്കും നല്ലത്. ആത്മസംഘർഷങ്ങൾ മറയ്ക്കാനാവും. 26 വർഷങ്ങൾ പിന്നിട്ട വിവാഹ ജീവിതം അവസാനിപ്പിക്കുവാൻ ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ സൂസൻ തീർച്ചയായും ഞെട്ടും. എന്തിന്? ചോദ്യങ്ങൾ 1ൽ നിന്ന് 100 ആവും. എനിക്ക് ശിവേട്ടനെക്കുറിച്ച് യാതൊരു പരാതിയുമില്ല. എനിക്ക് എന്നെക്കുറിച്ചാണ് പരാതി മുഴുവൻ. വർഷങ്ങളായി കേട്ട കുറവുകളുടെ അപകർഷതാബോധത്തിൽ ഞാൻ ആണ്ടുപോയിരിക്കുന്നു. വിവാഹമോചനം അനുവദിക്കാൻ കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുമോ? തീർച്ചയില്ല. അമ്മയെപ്പോലെ നന്നായി പാചകം ചെയ്യാൻ അറിയാത്ത
ആഗ്രഹിച്ച പോലെ തൻ്റെ മക്കളെ വളർത്താൻ കഴിയാത്ത, സൂസനെ പോലെ ധൈര്യമില്ലാത്ത, സ്മിതയെപ്പോലെ സോഷ്യലല്ലാത്ത, അങ്ങനെ ഒരുപാട് കുറവുകൾ ആരോപിക്കപ്പെട്ട താൻ അതിൻ്റെ പേരിലാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ തനിക്ക് മാത്രം അറിയാം മറ്റൊരാളുടെ ജീവിതത്തിൽ ഇത്തിൽക്കണ്ണി പോലെ പറ്റി നിൽക്കേണ്ടി വന്നതിൻ്റെ നൊമ്പരം. ഹാപ്പി ജേണി അമ്മ. സച്ചുവിൻ്റെ വാട്സപ്പ് മെസ്സേജ്. ഈ കുട്ടി ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യം തന്നോട് തന്നെ ചോദിച്ചു. ബാഗിൽ യാത്രയ്ക്കുള്ള സാധനങ്ങൾ അടുക്കി വയ്ക്കുമ്പോൾ ഈ യാത്ര സന്തോഷകരമായിരിക്കുമെന്ന് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. ഈ യാത്ര ഒരു വേർപിരിയലാണ്. വേർപിരിയലുകൾ കൊച്ചു കൊച്ചു മരണങ്ങളാണ്. അപ്രകാരം മരണവുമാണ്. യാത്രയ്ക്കായി ഒരുക്കി വെച്ച ബാഗുകൾക്ക് മേൽ ജീവിതവും മരണവും പോലെ നിഴലവും വെളിച്ചവും മാറി മാറി വീണുകൊണ്ടിരുന്നത് നോക്കിയിരുന്ന് രേണുക മെല്ലെ മെല്ലെ കണ്ണുകൾ പൂട്ടി. KL ശ്യാമള എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി ഹസീന ബീഗം എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ഇഴപിഞ്ചിയ ജീവിതങ്ങൾ. ജനലഴികളിൽ ചാഞ്ഞ വാർദ്ധക്യം ജാലകപ്പഴുതിലൂടെ അന്തി കാണുമു. നിലാവണയും നിശീധിനിയിൽ നിറഞ്ഞൊഴുകി നീർക്കണങ്ങൾ. ജനലഴികളിൽ ചാഞ്ഞ വാർദ്ധക്യം ജാലകപ്പഴുതിലൂടെ അന്തി കാണുമു. നിലാവണയും നിശീധിനിയിൽ നിറഞ്ഞൊഴുകി നീർക്കണങ്ങൾ. സ്മൃതിതൻ താരാട്ടുപാട്ടിൽ ശ്രുതിയറ്റ ഈണങ്ങൾ. സ്വർഗമായിരുന്നു സദനം സൗരഭ്യം വീശി നാലിതൾ പൂക്കളും. സ്മൃതിതൻ താരാട്ടുപാട്ടിൽ ശ്രുതിയറ്റ ഈണങ്ങൾ. സ്വർഗമായിരുന്നു സദനം സൗരഭ്യം വീശി നാലിതൾ പൂക്കളും. സദാ മൂളുന്ന വസന്ത കോകിലങ്ങൾ കണ്ണേറുതട്ടി കരിഞ്ഞുണങ്ങി. കണ്ണടച്ചു തുറക്കുന്നു കനക്കുന്നു കാർമുകിൽ. ജനലഴികളിൽ ചാഞ്ഞ വാർദ്ധക്യം ജാലകപ്പഴുതിലൂടെ അന്തി കാണുമു. നിലാവണയും നിശീധിനിയിൽ നിറഞ്ഞൊഴുകി നീർക്കണങ്ങൾ. കാക്കകൾ കരഞ്ഞു ബലിച്ചോറിനായി വിധവതൻ കുപ്പായം വിധിച്ച നാളിൽ വിധി നൽകി വിരഹം വിതുമ്പിയീ മാനസം. മക്കളായി 4 പേർ മാളികാവാസമായി മാറി ഈ ചിന്തകൾ മാറ്റിയീ അമ്മയെ. ജനലഴികളിൽ ചാഞ്ഞ വാർദ്ധക്യം ജാലകപ്പഴുതിലൂടെ അന്തി കാണുമു. നിലാവണയും നിശീധിനിയിൽ നിറഞ്ഞൊഴുകി നീർക്കണങ്ങൾ. പേക്കോലമെന്നോ പാഴ്ജന്മമെന്നോ പേരക്കിടാങ്ങൾ പിന്നിലെത്തിപ്പുലമ്പി. അടുത്തൂൺ നാളിൽ അലിവോടെയെത്തി അടുത്ത നാളിലോ ആക്രോശമായി അലങ്കോലമായി അധികപ്പറ്റായി. സ്മൃതിതൻ താരാട്ടുപാട്ടിൽ ശ്രുതിയറ്റ ഈണങ്ങൾ. സ്വർഗമായിരുന്നു സദനം സൗരഭ്യം വീശി നാലിതൾ പൂക്കളും. പകുത്തു നൽകി പുരയിടം പിന്നിലാ മൺകൂനയിൽ പിണങ്ങി നിന്നു ചെരാതുകൾ. പാതിവഴിയിൽ പകച്ചു ദിശയറിയാതെ കാൽവെന്ത പാവം ശുനകനെപ്പോൽ. പകുത്തു നൽകി പുരയിടം പിന്നിലാ മൺകൂനയിൽ പിണങ്ങി നിന്നു ചെരാതുകൾ. പാതിവഴിയിൽ പകച്ചു ദിശയറിയാതെ കാൽവെന്ത പാവം ശുനകനെപ്പോൽ. കാതങ്ങൾ പിന്നിട്ടു കൂട്ടരായി കിട്ടി അവർ കഥനത്തിൻ നോവുകാർ. വൃദ്ധസദനത്തിൻ വിളക്കുകൾ. ഇടറും മൊഴികളും ഈറൻ മിഴികളും ഇണങ്ങിച്ചേർന്നവർ ഹതാശർ. ഇടുങ്ങിയ ചിന്തയും മനവുമില്ലാത്തവർ. ജനലഴികളിൽ ചാഞ്ഞ വാർദ്ധക്യം ജാലകപ്പഴുതിലൂടെ അന്തി കാണുമു. നിലാവണയും നിശീധിനിയിൽ നിറഞ്ഞൊഴുകി നീർക്കണങ്ങൾ. ആദരിക്കില്ല എങ്കിലും അവഗണനയരുതേ തെറ്റല്ല കുറ്റവുമല്ല ഈ വാർദ്ധക്യം. ആദരിക്കില്ല എങ്കിലും അവഗണനയരുതേ തെറ്റല്ല കുറ്റവുമല്ല ഈ വാർദ്ധക്യം. വിധിതൻ കൈകൾ വിസ്മയം തീർക്കും അസ്തമയം കഴിഞ്ഞൊരീ പുലരി വന്നിടും. ആദരിക്കില്ല എങ്കിലും അവഗണനയരുതേ തെറ്റല്ല കുറ്റവുമല്ല ഈ വാർദ്ധക്യം. വിധിതൻ കൈകൾ വിസ്മയം തീർക്കും അസ്തമയം കഴിഞ്ഞൊരീ പുലരി വന്നിടും. ജനലഴികളിൽ ചാഞ്ഞ വാർദ്ധക്യം ജാലകപ്പഴുതിലൂടെ അന്തി കാണുമു. നിലാവണയും നിശീധിനിയിൽ നിറഞ്ഞൊഴുകി നീർക്കണങ്ങൾ. നരതിന്നു തീർത്തൊരീ നരജന്മങ്ങളൊക്കെയും നവലോകശില്പത്തിൽ ചാരുതയേകിടും. നരതിന്നു തീർത്തൊരീ നരജന്മങ്ങളൊക്കെയും നവലോകശില്പത്തിൻ ചാരുതയേകിടും. ആദരിക്കില്ല എങ്കിലും
അവഗണനയരുതേ, തെറ്റല്ല കുറ്റവുമല്ല ഈ വാർദ്ധക്യം. വിധിതൻ കൈകൾ വിസ്മയം തീർക്കും, അസ്തമയം കഴിഞ്ഞൊരീ പുലരി വന്നിടും. നര തിന്നു തീർത്തൊരീ നരജന്മങ്ങളൊക്കെയും നവലോകശില്പത്തിൽ ചാരുതയേകിടും. നര തിന്നു തീർത്തൊരീ നരജന്മങ്ങളൊക്കെയും നവലോകശില്പത്തിൻ ചാരുതയേകിടും. മതിൽ. പാൽപ്പായസവും ചക്കരച്ചോറും പെസഹാപ്പവും ഇന്നും ഒരു പാത്രത്തിലിരുന്ന് ചിരിക്കുന്നു. ഡിസംബറിലെ കേക്കിൻ കഷ്ണങ്ങൾക്ക് കയ്പാണെന്ന് വൃശ്ചികം പറഞ്ഞില്ല. നോമ്പുകഞ്ഞി കുടിച്ച വൈകുന്നേരങ്ങൾ ദഹിച്ചില്ലെന്നും പറഞ്ഞില്ല. പാൽപ്പായസവും ചക്കരച്ചോറും പെസഹാപ്പവും ഇന്നും ഒരു പാത്രത്തിലിരുന്ന് ചിരിക്കുന്നു. എപ്പോഴാണ് ഒരു പെട്ടിയിലടുക്കിയ ചട്ടയും മുണ്ടും സെറ്റുമുണ്ടും കുപ്പായവും വലിച്ചെറിയപ്പെട്ടത്? കൃഷ്ണഗീതികൾ ശ്രവിച്ചപ്പോൾ ബാങ്കൊലികൾ മുഖം ചൊളിച്ചില്ല, പള്ളിമണികൾ അടക്കം പറഞ്ഞില്ല. പാൽപ്പായസവും ചക്കരച്ചോറും പെസഹാപ്പവും ഇന്നും ഒരു പാത്രത്തിലിരുന്ന് ചിരിക്കുന്നു. കൂപമണ്ഡൂകമായതും മതവിത്തു മുളപ്പിച്ചതും ആരാണ്? മൈലാഞ്ചിയിട്ട കൈകൾ മുത്തമിടാൻ കൊന്ത ചൊല്ലിയ ചുണ്ടുകൾ മടി പറഞ്ഞുമില്ല. എപ്പോഴാണ് ഒരു പെട്ടിയിലടുക്കിയ ചട്ടയും മുണ്ടും സെറ്റുമുണ്ടും കുപ്പായവും വലിച്ചെറിയപ്പെട്ടത്? ശാന്തിതൻ ധൂപം നിറയ്ക്കാൻ, സ്നേഹത്തിൻ ധ്വജം പറക്കാൻ ഒറ്റ മതമുള്ളുലകിലെന്ന് ഒരുമയോടെ പറഞ്ഞവരെ ഒറ്റ വാക്കുകൊണ്ട് പരിഹസിച്ചതാരാണ്? പാൽപ്പായസവും ചക്കരച്ചോറും പെസഹാപ്പവും ഇന്നും ഒരു പാത്രത്തിലിരുന്ന് ചിരിക്കുന്നു. ഡിസംബറിലെ കേക്കിൻ കഷ്ണങ്ങൾക്ക് കയ്പാണെന്ന് വൃശ്ചികം പറഞ്ഞില്ല. നോമ്പുകഞ്ഞി കുടിച്ച വൈകുന്നേരങ്ങൾ ദഹിച്ചില്ലെന്നും പറഞ്ഞില്ല. അന്യോന്യം. നമുക്ക് തുറന്ന പുസ്തകമാകണ്ട. ഒരുപക്ഷേ വായനയ്ക്കു ശേഷം താളുകൾ മുഷിയുകയും കീറുകയും ചെയ്തേക്കാം. നമുക്ക് തുറന്ന പുസ്തകമാകണ്ട. ഒരുപക്ഷേ വായനയ്ക്കു ശേഷം താളുകൾ മുഷിയുകയും കീറുകയും ചെയ്തേക്കാം. നമ്മൾ കുത്തിവരച്ച ചിത്രങ്ങളെയും എഴുതിപ്പിടിപ്പിച്ച അക്ഷരങ്ങളെയും മായ്ച്ചേക്കാം. നമ്മൾ കുത്തിവരച്ച ചിത്രങ്ങളെയും എഴുതിപ്പിടിപ്പിച്ച അക്ഷരങ്ങളെയും മായ്ച്ചേക്കാം. നമുക്ക് തുറന്ന പുസ്തകമാകണ്ട. ഒരുപക്ഷേ വായനയ്ക്കു ശേഷം താളുകൾ മുഷിയുകയും കീറുകയും ചെയ്തേക്കാം. നമ്മൾ കുത്തിവരച്ച ചിത്രങ്ങളെയും എഴുതിപ്പിടിപ്പിച്ച അക്ഷരങ്ങളെയും മായ്ച്ചേക്കാം. ഒളിപ്പിച്ചുവെച്ച മയിൽപ്പീലിത്തുണ്ടിനെ ആകാശം കാണിച്ചേക്കാം. ഒളിപ്പിച്ചുവെച്ച മയിൽപ്പീലിത്തുണ്ടിനെ ആകാശം കാണിച്ചേക്കാം. ആദ്യ വായനയിലെ പ്രണയലഹരി വഴിമാറിപ്പോയേക്കാം. ആദ്യ വായനയിലെ പ്രണയലഹരി വഴിമാറിപ്പോയേക്കാം. എഴുതിത്തീരാൻ കൊതിച്ച വാക്കുകൾ ഏടുകളിൽ ഒടുങ്ങി അവശേഷിപ്പായി ചവറ്റുകൊട്ടയിൽ കിടന്നേക്കാം. എഴുതിത്തീരാൻ കൊതിച്ച വാക്കുകൾ ഏടുകളിൽ ഒടുങ്ങി അവശേഷിപ്പായി ചവറ്റുകൊട്ടയിൽ കിടന്നേക്കാം. നമുക്ക് തുറന്ന പുസ്തകമാകണ്ട. ഒരുപക്ഷേ വായനയ്ക്കു ശേഷം താളുകൾ മുഷിയുകയും കീറുകയും ചെയ്തേക്കാം. എഴുതിത്തീരാൻ കൊതിച്ച വാക്കുകൾ ഏടുകളിൽ ഒടുങ്ങി അവശേഷിപ്പായി ചവറ്റുകൊട്ടയിൽ കിടന്നേക്കാം. നമ്മുടെ കിനാവുകൾക്കൊരു നാൾ തിമിരം ബാധിച്ചേക്കാം. മടക്കി വെച്ചപ്പോൾ പേജുകൾക്ക് സ്ഥാനഭ്രംശം വന്നേക്കാം. നമ്മുടെ കിനാവുകൾക്കൊരു നാൾ തിമിരം ബാധിച്ചേക്കാം. മടക്കി വെച്ചപ്പോൾ പേജുകൾക്ക് സ്ഥാനഭ്രംശം വന്നേക്കാം. നമ്മൾ കുത്തിവരച്ച ചിത്രങ്ങളെയും എഴുതിപ്പിടിപ്പിച്ച അക്ഷരങ്ങളെയും മായ്ച്ചേക്കാം. നമുക്ക് തുറന്ന പുസ്തകമാകേണ്ട. ഒരുപക്ഷേ വായനയ്ക്കു ശേഷം താളുകൾ മുഷിയുകയും കീറുകയും ചെയ്തേക്കാം. ഇനി തുടർ വായനയില്ലെന്ന് വിധിയെഴുതി എന്നേക്കുമായി അടച്ചുവെക്കാം. ഇനി തുടർ വായനയില്ലെന്ന് വിധിയെഴുതി എന്നേക്കുമായി അടച്ചുവെക്കാം. പെറ്റുപെരുകാനായി ആകാശം കാണാതെ ഒളിപ്പിച്ച മയിൽപ്പീലിയെ പേറ്റുനോവിൻ്റെയും ഗർഭപാത്രത്തിൻ്റെയും ഇരുട്ടറയിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമാക്കാം. പെറ്റുപെരുകാനായി ആകാശം കാണാതെ ഒളിപ്പിച്ച മയിൽപ്പീലിയെ പേറ്റുനോവിൻ്റെയും ഗർഭപാത്രത്തിൻ്റെയും ഇരുട്ടറയിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമാക്കാം. നമുക്ക് തുറന്ന പുസ്തകമാകണ്ട. ഒരുപക്ഷേ വായനയ്ക്കു ശേഷം താളുകൾ മുഷിയുകയും കീറുകയും ചെയ്തേക്കാം. നമ്മൾ കുത്തിവരച്ച ചിത്രങ്ങളെയും എഴുതിപ്പിടിപ്പിച്ച അക്ഷരങ്ങളെയും മായ്ച്ചേക്കാം. പെറ്റുപെരുകാനായി ആകാശം കാണാതെ ഒളിപ്പിച്ച മയിൽപ്പീലിയെ പേറ്റുനോവിൻ്റെയും ഗർഭപാത്രത്തിൻ്റെയും ഇരുട്ടറയിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമാക്കാം. അമ്മ. കാറിൽ മുൻസീറ്റിൽ ശയിക്കുന്ന ശ്വാനനും കാലൊടിഞ്ഞ കട്ടിലിൽ ശോഷിച്ചൊരമ്മയും. കാറിൻ മുൻസീറ്റിൽ ശയിക്കുന്ന ശ്വാനനും
കാലൊടിഞ്ഞ കട്ടിലിൽ ശോഷിച്ചൊരമ്മയും. കാലത്തിൻ കണക്കുകൾ തെറ്റിക്കിടക്കുന്നു, കൂട്ടലും കിഴിക്കലും മുറ പോലെ നടക്കുന്നു. കാലത്തിൻ കണക്കുകൾ തെറ്റിക്കിടക്കുന്നു, കൂട്ടലും കിഴിക്കലും മുറ പോലെ നടക്കുന്നു. ശുനകനു സ്നേഹം വാരിക്കൊടുക്കുമ്പോൾ ശിലയായി വേഷപ്പകർച്ചയിൽ അമ്മയും. ശുനകനു സ്നേഹം വാരിക്കൊടുക്കുമ്പോൾ ശിലയായി വേഷപ്പകർച്ചയിൽ അമ്മയും. കാറിൻ മുൻസീറ്റിൽ ശയിക്കുന്ന ശ്വാനനും കാലൊടിഞ്ഞ കട്ടിലിൽ ശോഷിച്ചൊരമ്മയും. കാലത്തിൻ കണക്കുകൾ തെറ്റിക്കിടക്കുന്നു, കൂട്ടലും കിഴിക്കലും മുറ പോലെ നടക്കുന്നു. നായ്ക്കു നാവിന് രുചിയേറും വിഭവങ്ങൾ, നോവിൻ വിഭവങ്ങളാൽ രുചിയറിയാതെ അമ്മയും. നായ്ക്കു നാവിന് രുചിയേറും വിഭവങ്ങൾ, നോവിൻ വിഭവങ്ങളാൽ രുചിയറിയാതമ്മയും. കൂട്ടിലെ പട്ടിക്കു പരിഗണനയും വീട്ടിലെ അമ്മയ്ക്കവഗണനയും. കൂട്ടിലെ പട്ടിക്കു പരിഗണനയും വീട്ടിലെ അമ്മയ്ക്കവഗണനയും. ശുനകനോ വിശ്വം ചുറ്റിക്കറങ്ങുമ്പോൾ ശാപവാക്കുകൾ അമ്മയ്ക്ക് ചുറ്റും കറങ്ങുന്നു. ശുനകനോ വിശ്വം ചുറ്റിക്കറങ്ങുമ്പോൾ ശാപവാക്കുകൾ അമ്മയ്ക്ക് ചുറ്റും കറങ്ങുന്നു. പുരാവസ്തുവെന്നോമനപ്പേരിൽ പുരയ്ക്കു മൂലയിൽ കാഴ്ചവസ്തുവായി. പുരാവസ്തുവെന്നോമനപ്പേരിൽ പുരയ്ക്കു മൂലയിൽ കാഴ്ചവസ്തുവായി. പഴക്കമേറിയ കണ്ണുകളിൽ പുഴുവരിക്കുന്ന വർത്തമാനക്കാഴ്ചകൾ. പഴക്കമേറിയ കണ്ണുകളിൽ പുഴുവരിക്കുന്ന വർത്തമാനക്കാഴ്ചകൾ. കൂട്ടിലെ പട്ടിക്കു പരിഗണനയും വീട്ടിലെ അമ്മയ്ക്കവഗണനയും. ശുനകനോ വിശ്വം ചുറ്റിക്കറങ്ങുമ്പോൾ ശാപവാക്കുകൾ അമ്മയ്ക്ക് ചുറ്റും കറങ്ങുന്നു. പുരാവസ്തുവെന്നോമനപ്പേരിൽ പുരയ്ക്കു മൂലയിൽ കാഴ്ചവസ്തുവായി. പഴക്കമേറിയ കണ്ണുകളിൽ പുഴുവരിക്കുന്ന വർത്തമാനക്കാഴ്ചകൾ. ആറ്റുനോറ്റുണ്ടായൊരുണ്ണിക്കും വേണ്ടെന്നു ആക്രോശത്തോടെ മരുമകൾ ചൊല്ലുന്നു. ആറ്റുനോറ്റുണ്ടായൊരുണ്ണിക്കും വേണ്ടെന്ന് ആക്രോശത്തോടെ മരുമകൾ ചൊല്ലുന്നു. കാലനും വേണ്ട ഈ കോലത്തെയെന്ന് കീറിമുറിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നായ്ക്കു പോലും നോവുന്നു ഹൃത്തടം. ആറ്റുനോറ്റുണ്ടായൊരുണ്ണിക്കും വേണ്ടെന്നു ആക്രോശത്തോടെ മരുമകൾ ചൊല്ലുന്നു. കാലനും വേണ്ട ഈ കോലത്തെയെന്നു കീറിമുറിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നായയ്ക്കു പോലും നോവുന്നു ഹൃത്തടം. കാലനും വേണ്ട ഈ കോലത്തെയെന്നു കീറിമുറിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നായയ്ക്കു പോലും നോവുന്നു ഹൃത്തടം. ഇന്നു ഞാൻ നാളെ നീ ഇരുട്ടിൽ മുഴങ്ങവേ ഇത്തിരി പോലും ഇളക്കമില്ലാതെ ഇട്ടെറിഞ്ഞോടുന്നു ശ്വാനനൊപ്പം. ഇന്നു ഞാൻ നാളെ നീ ഇരുട്ടിൽ മുഴങ്ങവേ ഇത്തിരി പോലും ഇളക്കമില്ലാതെ ഇട്ടെറിഞ്ഞോടുന്നു ശ്വാനനൊപ്പം. കാറിൻ മുൻസീറ്റിൽ ശയിക്കുന്ന ശ്വാനനും കാലൊടിഞ്ഞ കട്ടിലിൽ ശോഷിച്ചൊരമ്മയും. കാലത്തിൻ കണക്കുകൾ തെറ്റിക്കിടക്കുന്നു, കൂട്ടലും കിഴിക്കലും മുറ പോലെ നടക്കുന്നു. ശുനകനു സ്നേഹം വാരിക്കൊടുക്കുമ്പോൾ ശിലയായി വേഷപ്പകർച്ചയിലമ്മയും. നായ്ക്കു നാവിന് രുചിയേറും വിഭവങ്ങൾ, നോവിൻ വിഭവങ്ങളാൽ രുചിയറിയാതമ്മയും. കൂട്ടിലെ പട്ടിക്കു പരിഗണനയും വീട്ടിലെ അമ്മയ്ക്കവഗണനയും. ശുനകനോ വിശ്വം ചുറ്റിക്കറങ്ങുമ്പോൾ ശാപവാക്കുകൾ അമ്മയ്ക്കു ചുറ്റും കറങ്ങുന്നു. പുരാവസ്തുവെന്നോമനപ്പേരിൽ പുരയ്ക്കു മൂലയിൽ കാഴ്ചവസ്തുവായി. പഴക്കമേറിയ കണ്ണുകളിൽ പുഴുവരിക്കുന്ന വർത്തമാനക്കാഴ്ചകൾ. പഴക്കമേറിയ കണ്ണുകളിൽ പുഴുവരിക്കുന്ന വർത്തമാനക്കാഴ്ചകൾ. ആറ്റുനോറ്റുണ്ടായൊരുണ്ണിക്കും വേണ്ടെന്ന് ആക്രോശത്തോടെ മരുമകൾ ചൊല്ലുന്നു. കാലനും വേണ്ട ഈ കോലത്തെയെന്ന് കീറിമുറിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നായയ്ക്കു പോലും നോവുന്നു ഹൃത്തടം. ഇന്നു ഞാൻ നാളെ നീ ഇരുട്ടിൽ മുഴങ്ങവേ ഇത്തിരി പോലും ഇളക്കമില്ലാതെ ഇട്ടെറിഞ്ഞോടുന്നു ശ്വാനനൊപ്പം. ഇന്നു ഞാൻ നാളെ നീ ഇരുട്ടിൽ മുഴങ്ങവേ ഇത്തിരി പോലും ഇളക്കമില്ലാതെ ഇട്ടെറിഞ്ഞോടുന്നു ശ്വാനനൊപ്പം. ഉൾക്കനം. ഉച്ചവെയിലിനുൾക്കനം ഉരുകി ഒലിക്കുന്നു സർവാംഗം. ഇടം കരത്തിൽ ഒരു ചിത്രം, വലങ്കരം ചലിക്കുന്നു യാന്ത്രികം. ഉച്ചവെയിലിനുൾക്കനം ഉരുകിയൊലിക്കുന്നു സർവാംഗം. ഇടം കരത്തിൽ ഒരു ചിത്രം, വലങ്കരം ചലിക്കുന്നു യാന്ത്രികം. ഒഴുകി വീഴുന്ന ശ്വേതകണങ്ങൾ ഒടുവിലൊരു സാഗരം തീർപ്പു. ദയാവായ്പിൻ നേത്രങ്ങളില്ല, ദയാവധം ചെയ്തു പരിഷ്കാരികൾ. ഒഴുകി വീഴുന്ന ശ്വേതകണങ്ങൾ ഒടുവിലൊരു സാഗരം തീർപ്പു. ദയാവായ്പിൻ നേത്രങ്ങളില്ല,
ദയാവധം ചെയ്തു പരിഷ്കാരികൾ. നാവുണങ്ങിക്കരിഞ്ഞു നീറിപ്പുകഞ്ഞു പാദങ്ങളും നടുനിവർത്തുവാനാശ നടന്നടുക്കുന്നുണ്ടുഗ്രശാസനം. നാവുണങ്ങിക്കരിഞ്ഞു നീറിപ്പുകഞ്ഞു പാദങ്ങളും നടുനിവർത്തുവാനാശ നടന്നടുക്കുന്നുണ്ടുഗ്രശാസനം. കൊടും താപത്തെ വെല്ലുന്നു കത്തിയാളുന്ന ദുഃഖാഗ്നി, കത്തുന്ന സൂര്യൻ്റെ കുത്തുന്ന നോട്ടങ്ങൾ. ഭോജ്യശാലയിൽ ഭോജനം പലവിധം ഭുജിക്കുവാനാശ ഭാഗ്യമില്ലാതായി നാവിനും. ഭോജ്യശാലയിൽ ഭോജനം പലവിധം ഭുജിക്കുവാനാശ ഭാഗ്യമില്ലാതായി നാവിനും. ശോകത്താൽ വിതുമ്പലില്ല ശീലമൊന്നുള്ളു മൗന നൊമ്പരങ്ങൾ മാത്രം. ശോകത്താൽ വിതുമ്പലില്ല ശീലമൊന്നുള്ളു മൗന നൊമ്പരങ്ങൾ മാത്രം. ദിശ മാറി സൂര്യൻ ശമിച്ചു ക്രോധം, കൈനീട്ടി ആഴക്കടലും കാഴ്ചമങ്ങി കരയും. ദിശ മാറി സൂര്യൻ ശമിച്ചു ക്രോധം, കൈനീട്ടി ആഴക്കടലും കാഴ്ചമങ്ങി കരയും. ഒരു പൊതിച്ചോറും നോക്കുകൂലിയും പാതുകമില്ലാ പാവം പാദങ്ങളും. ഒരു പൊതിച്ചോറും നോക്കുകൂലിയും പാതുകമില്ലാ പാദങ്ങളും. ഒച്ചിനെപ്പോൽ നടന്നു ഓർമ്മകൾ വേഗം കൂട്ടാൻ മൊഴിഞ്ഞു. പോറ്റി വളർത്തിയ പൊന്മക്കൾ പാടെ തിരസ്കരിച്ചു പാഴ്വസ്തുപോൽ. ഒച്ചിനെപ്പോൽ നടന്നു ഓർമ്മകൾ വേഗം കൂട്ടാൻ മൊഴിഞ്ഞു. പോറ്റി വളർത്തിയ പൊന്മക്കൾ പാടെ തിരസ്കരിച്ചു പാഴ്വസ്തുപോൽ. അരവയറുണ്ടു അഴൽ മാറ്റി അടിച്ചിറക്കി ദാമ്പത്യലഹരികൾ. കിനാവുകൾ കുഴിവെട്ടി മൂടി കനലെരിച്ചു ശിഷ്ടമോഹങ്ങൾ. അരവയറുണ്ടു അഴൽ മാറ്റി അടിച്ചിറക്കി ദാമ്പത്യലഹരികൾ. കിനാവുകൾ കുഴിവെട്ടി മൂടി കനലെരിച്ചു ശിഷ്ടമോഹങ്ങൾ. ആ കാണും കൂരയിൽ ആകുലത തിന്നൊരു പട്ടിണിക്കോലം, മക്കളെന്ന വിളിയിൽ മുല ചുരത്തുമൊരമ്മ. ആ കാണും കൂരയിൽ ആകുലത തിന്നൊരു പട്ടിണിക്കോലം, മക്കളെന്ന വിളിയിൽ മുല ചുരത്തുമൊരമ്മ. ഒരുരുളച്ചോറിൽ കണ്ണീരുപ്പു പുരട്ടും ഒരു ദീർഘനിശ്വാസം തൊടുകറിയാക്കും. ഒരുരുളച്ചോറിൽ കണ്ണീരുപ്പു പുരട്ടും ഒരു ദീർഘനിശ്വാസം തൊടുകറിയാക്കും. പാഴ്ജന്മമെന്നു പലവട്ടമോതി പകയില്ല പാരിനോടും പീള കെട്ടിയ കാഴ്ചയോടും. പാഴ്ജന്മമെന്നു പലവട്ടമോതി പകയില്ല പാരിനോടും പീള കെട്ടിയ കാഴ്ചയോടും. ഉച്ചവെയിലിനുൾക്കനം ഉരുകിയൊലിക്കുന്നു സർവാംഗം, ഇടം കരത്തിൽ ഒരു ചിത്രം വലങ്കരം ചലിക്കുന്നു യാന്ത്രികം. ഒഴുകി വീഴുന്ന ശ്വേതകണങ്ങൾ ഒടുവിലൊരു സാഗരം തീർപ്പു. ദയാവായ്പിൻ നേത്രങ്ങളില്ല ദയാവധം ചെയ്തു പരിഷ്കാരികൾ. താളുകൾ കീറിയ പുസ്തകങ്ങൾ താനേ മറന്നുപോയി ചില അധ്യായങ്ങൾ. താളുകൾ കീറിയ പുസ്തകങ്ങൾ താനേ മറന്നുപോയി ചില അധ്യായങ്ങൾ. സ്നേഹപുസ്തകത്തിൽ ഒരു വരി കൊതിക്കരുതു മക്കളും മാമ്പുവും. സ്നേഹപുസ്തകത്തിൽ ഒരു വരി കൊതിക്കരുതു മക്കളും മാമ്പുവും. അവസാന വിളി വരുവോളം ഊന്നുവടികളായി തീർന്നിടാം. കാലചക്രമിനിയുമുരുളും കാത്തിരിപ്പൂ പൊൻപുലരിയെ. താളുകൾ കീറിയ പുസ്തകങ്ങൾ താനേ മറന്നുപോയി ചില അധ്യായങ്ങൾ. സ്നേഹപുസ്തകത്തിൽ ഒരു വരി കൊതിക്കരുതു മക്കളും മാമ്പുവും. അവസാന വിളി വരുവോളം ഊന്നുവടികളായി തീർന്നിടാം. കാലചക്രമിനിയുമുരുളും കാത്തിരിപ്പൂ പൊൻപുലരിയെ. കാലചക്രമിനിയുമുരുളും കാത്തിരിപ്പൂ പൊൻപുലരിയെ. ഹസീന ബീഗം എഴുതി അവതരിപ്പിച്ച കവിതകൾ, KL ശ്യാമള എഴുതി അവതരിപ്പിച്ച കഥ എന്നിവയാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.